ഹായ് ഡിയേഴ്സ്, ആഷിഖ് കെമിസ്ട്രിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ആഷിഖ് റഹ്മാൻ. ഇന്ന് നമ്മൾ നീറ്റ്, JEE, കീം പോലുള്ള പരീക്ഷകൾക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള 8 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ റിഡക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ ഈ റെഡ്യൂസിങ് ഏജൻസ്. സോ ഒരു 8 പേരെ കുറിച്ച് ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്നും ഏതൊരു കെമിക്കൽ റിയേഷൻ തന്നാലും എഴുതുവാനായിട്ട് സാധിക്കും. സോ അതിന് ആദ്യമായിട്ട് നമ്മൾ എന്താണ് റിഡക്ഷൻ എന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അല്ലേ. സോ റിഡക്ഷന്റെ പല വിധത്തിലുള്ള ഡെഫിനിഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നില്ലെങ്കിൽ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം അല്ലെ. സോ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ. അല്ലെങ്കിലോ അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് റിഡക്ഷൻ. അതുമല്ലെങ്കിലോ റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് റിഡക്ഷൻ. ഇനി ഇലക്ട്രോണിന്റെ ബേസ് വെച്ചിട്ട് പറയുകയാണെങ്കിലോ അഡിഷൻ ഓഫ് ഇലക്ട്രോൺ ഓർ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് റിഡക്ഷൻ. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആറാമതായിട്ട് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഓക്സിഡേഷൻ നമ്പർ, എ ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ റെപ്രസെന്റ്സ് റിഡക്ഷൻ അല്ലെ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറഞ്ഞ പേരെന്താണ്? റിഡക്ഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ റിഡക്ഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻസ് ആരെല്ലാമാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് പല വിധത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ റിഡക്ഷൻ നടന്നാൽ എങ്ങനെ നടക്കും, എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്ന് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് ആദ്യമായിട്ട് ആൽഡിഹൈഡ് നോക്കാം. ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത് അല്ലെ, RCHO. അപ്പൊ ഇതിനെ നമ്മൾ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് പറയാം. അപ്പൊ ആദ്യം ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം കുറച്ച് സ്പീഡപ്പിൽ പറയാം. ആദ്യം ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. കാർബണിന്റെയും ഓക്സിജന്റെയും ഇടയിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ കാർബണിനും ഓക്സിജനും ഓരോരോ ബാലൻസ് കിട്ടുമല്ലോ. അപ്പോൾ കാർബണിന്റെ ബാലൻസിലോട്ട് ഹൈഡ്രജൻ വരും, ഓക്സിജന്റെ ബാലൻസിലോട്ടും ഹൈഡ്രജൻ വരും. ആയി. അപ്പൊ അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് RCH2OH. അതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഒരു കീറ്റോ ഗ്രൂപ്പിന് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ആൽഡിഹൈഡ് കഴിഞ്ഞു, അടുത്തത് നമുക്കൊരു കീറ്റോ ഗ്രൂപ്പിന് എടുക്കാം. ഇതാണ് നമ്മുടെ കീറ്റോ ഗ്രൂപ്പ്. വൺസ് അഗൈൻ ഇവിടെയും അതുപോലെ തന്നെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബണിന്റെയും ഓക്സിജനും ഇടയിലുള്ള ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. സോ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് ആ ഓക്സിജൻ ഒരു ഹൈഡ്രജനെ കിട്ടും, നമ്മുടെ കാർബൺ ഒരു ഹൈഡ്രജനെ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? RCOHHR'. അതായത് ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും അല്ലെ. അപ്പൊ ആൽഡിഹൈഡിനെ റിഡക്ഷൻ ചെയ്തപ്പോൾ ഒരു പ്രൈമറി ആൽക്കഹോൾ കിട്ടി, കീറ്റോനെ റിഡക്ഷൻ ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടുന്നു. ഇനി ഒരു അസൈൽ ഗ്രൂപ്പിന് എടുത്താലോ, RCOCl. അസൈൽ ഗ്രൂപ്പിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 തവണ റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കുന്നു? ഈ ഹാലജനും കാർബൺ തമ്മിലുള്ള ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും, ഫസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ഈ കാർബണിന് ഒരു ഹൈഡ്രജൻ കിട്ടും, ആ Cl ഒരു ഹൈഡ്രജൻ കിട്ടും, അങ്ങനെ HCl മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കിട്ടിയ പ്രോഡക്റ്റ് എന്തായിരിക്കും? RCHO. അതായത് നമ്മുടെ ആൽഡിഹൈഡ് ആണ് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ്. അപ്പൊ വീണ്ടും ഒരു തവണയും കൂടെ റിഡക്ഷൻ നടക്കും. അപ്പൊ ഇനി രണ്ടാമത്തെ റിഡക്ഷനിൽ ഓക്സിജനോടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ വൺസ് അഗൈൻ ഈ കാർബൺ ഒരു ഹൈഡ്രജൻ, ആ ഓക്സിജൻ ഒരു ഹൈഡ്രജൻ. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? RCH2OH ആയിരിക്കും. ബ്രീഫായിട്ട് പറയണം. അപ്പൊ ഒരു അസൈൽ ഹാലൈഡ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മനസ്സിലായല്ലോ. ആദ്യം കാർബണും ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും, പിന്നെ അതിനുശേഷം കാർബണും ഓക്സിജൻ തമ്മിലുള്ള ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇങ്ങനത്തെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ 3 പേരായി. നാലാമത് നമുക്ക് ആസിഡിന്റെ അങ്ങോട്ട് എടുത്ത് നോക്കാം. കാർബോക്സിലിക് ആസിഡ് RCOOH. ഇതാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്. സോ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആദ്യം നമ്മുടെ OHും ഓക്സിജൻ കാർബൺ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ, അവിടേക്ക് ഒരു ഹൈഡ്രജൻ. അപ്പൊ Hും OHും H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഏതാണ്? RCHO. നമ്മുടെ ആൽഡിഹൈഡ് തന്നെയാണ്. സോ വൺസ് അഗൈൻ വീണ്ടും നമ്മൾ റിഡക്ഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? RCH2OH എന്ന് കിട്ടും. അപ്പൊ 2 തവണ റിഡക്ഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു ആൽക്കഹോൾ ആയിട്ട് മാറി അല്ലെ. കാർബോക്സിലിക് ആസിഡ് എന്തായിട്ട് മാറി? ആൽക്കഹോൾ ആയിട്ട് മാറി. അപ്പൊ ആസിഡും കഴിഞ്ഞു. നമുക്കൊരു അൺഹൈഡ്രേറ്റ് എടുത്ത് നോക്കാം. RCOOCOR'. അൺഹൈഡ്രേറ്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇത് അൺഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരേ സമയം 2 സ്ഥലത്ത് നടക്കുക. ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. ഇയാൾക്ക് ഒരു ഹൈഡ്രജൻ, ആ ഓക്സിജനിൽ ഹൈഡ്രജൻ. അറ്റ് ദ സെയിം ടൈം ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ഈ ബോണ്ടും ബ്രേക്ക് ആവും. ഇയാൾക്കൊരു ഹൈഡ്രജൻ, അയാൾക്കൊരു ഹൈഡ്രജൻ അല്ലെ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് നോക്കിക്കോളൂ. ഒന്ന് RCHO, ഒരു ആൽഡിഹൈഡ് കിട്ടി.
അവിടെ R'CHO അതും ഒരു ആൽഡിഹൈഡ് കിട്ടി. പിന്നെ ഇടയിലോ H2O. അപ്പൊ H2O മോളിക്കൂൾ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് പോകും ഇടയിൽ വെച്ചിട്ട്. അപ്പൊ ഒരു ആൽഡിഹൈഡ് കിട്ടി, വേറൊരു ആൽഡിഹൈഡ് കിട്ടി. അപ്പൊ വീണ്ടും റിഡക്ഷൻ നടന്ന എന്തായാലും മാറും, വൺസ് അഗൈൻ ആൽക്കഹോൾ ആയിട്ട് മാറും അല്ലെ. അപ്പൊ വീണ്ടും നടക്കുന്ന റിഡക്ഷൻ ഞാൻ എഴുതുന്നില്ല, ഇവിടെ ഒക്കെ സംഭവിച്ച അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ RCHO എന്ന് പറഞ്ഞ കോമൺ പിന്നീട് എന്തായിട്ട് മാറുന്നു, RCH2OH ആയിട്ട് മാറുന്നു. അതേപോലെ ഈ R'CHO എന്തായിട്ട് മാറുന്നു, അത് R'CH2OH ആയിട്ട് മാറുന്നു. അപ്പൊ ഒരേ സമയം നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ കിട്ടിയല്ലോ, രണ്ട് ആൽക്കഹോൾ കിട്ടി. അപ്പൊ ഒരു അൺഹൈഡ്രേറ്റ് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം മനസ്സിലായല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇതേപോലെ ഒരു എസ്റ്റർ എടുത്ത് നോക്കിയാലോ. നമുക്കൊരു എസ്റ്റർ എടുക്കാം, RCOOR. ഇതാണല്ലോ നമ്മുടെ എസ്റ്റർ എന്ന് പറയുന്ന ആള്. സോ വൺസ് അഗൈൻ നോക്കിക്കോളൂ, ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഈ RCOOR ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതി തരാം, അതാണ് കുറച്ചുകൂടി മനസ്സിലാവും. C∬OOR ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് വരിക അല്ലെ. RC∬O സിംഗിൾ ബോണ്ട് OR എന്നാണ്. അപ്പോ ഈ ബോണ്ട് ആദ്യം ബ്രേക്ക് ആവും, കാർബൺ ഓക്സിജൻ ആ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ, അവിടേക്ക് ഒരു ഹൈഡ്രജൻ. അപ്പൊ ഇയാൾ എന്തായിട്ട് മാറി, RCHO ആയിട്ട് മാറി ആൽഡിഹൈഡ്. അയാൾ എന്തായിട്ട് മാറി, ROH. അപ്പൊ ഓൾറെഡി അയാൾ ഒരു ആൽക്കഹോൾ ആയിട്ട് മാറി, ROH. അത് ROH ആയിട്ട് മാറി. ഇതാരാണ്, ആൽഡിഹൈഡ്. അത് വീണ്ടും റിഡക്ഷൻ നടന്നുണ്ടാവും, ഇതേപോലെ വീണ്ടും ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പോൾ RCH2OH ആയിട്ട് മാറും. അപ്പൊ ഒരു റിഡക്ഷൻ നടന്നു, പിന്നെ രണ്ടാമത്തെ റിഡക്ഷൻ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് അത് RCH2OH ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും കോമ്പൗണ്ട്സ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതേപോലെ അടുത്ത ആസിഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് അമൈഡിനെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ RC∬ONH2 ഇതാണ് നമ്മുടെ അമൈഡ് എന്ന് പറയുന്ന ആൾ ആണല്ലോ. ഓക്കെ, സോ ഇയാളുടെ റിഡക്ഷൻ നടന്നാൽ നമുക്ക് എന്താ സംഭവിക്കുക, വൺസ് അഗൈൻ ഈ കാർബണിന്റെയും ഓക്സിജന്റെയും ഇടയിലുള്ള ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പൊ ഇയാൾക്കൊരു ഹൈഡ്രജനെ കിട്ടും, അയാൾക്കൊരു ഹൈഡ്രജനെ കിട്ടും. കിട്ടിയല്ലോ. വീണ്ടും ആ ബോണ്ട് ബ്രേക്ക് ആവും, വീണ്ടും ആ ബോണ്ട് ബ്രേക്ക് ആവും. ഏത് ബോണ്ട്, ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള രണ്ടാമത്തെ ബോണ്ടും ബ്രേക്ക് ആവും. ഓക്കെ, എന്നിട്ട് ഇയാൾക്ക് വീണ്ടും ഒരു ഹൈഡ്രജൻ കിട്ടും, ആ ഓക്സിജന് വീണ്ടും ഒരു ഹൈഡ്രജൻ കിട്ടും. അപ്പോൾ ഓക്സിജന്റെ കേസ് എന്തായി, കാർബണിനോടുള്ള രണ്ട് ബോണ്ടും ബ്രേക്ക് ആയി, രണ്ട് ഹൈഡ്രജൻ കിട്ടി. അപ്പോൾ അത് H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ ബാക്കി ആരൊക്കെ വന്നു, R ഉണ്ട്, ആ സീന്റെ കൂടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ CH2 പിന്നെ ഒരു NH2, നമുക്കൊരു പ്രൈമറി അമൈൻ കിട്ടി, ഒരു പ്രൈമറി അമൈൻ കിട്ടി. അതിനെടുത്തപ്പോൾ അമൈഡിനെ എടുത്തപ്പോൾ. ഓക്കെ, അപ്പൊ ഇതേപോലെ അടുത്തൊരാൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നൈട്രൈൽ നോക്കാം. ഓക്കെ, അപ്പൊ നൈട്രൈനെ നോക്കാം, RC∬N. അതാണല്ലോ നമ്മുടെ നൈട്രൈൽ, അതായത് നമ്മുടെ സൈനൈഡ്. സൈനൈഡിനെ എടുത്തു. സോ വൺസ് അഗൈൻ എന്ത് സംഭവിക്കും, ഇവിടെ കാർബണിന്റെയും നൈട്രജന്റെ ഇടയിൽ 3 ബോണ്ട് ഉണ്ടല്ലേ, ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ അതിൽ 2 ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇയാൾക്കൊരു ഹൈഡ്രജൻ, അയാൾക്കൊരു ഹൈഡ്രജൻ. പിന്നെ രണ്ടാമത്തെ ബോണ്ടും കൂടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഇയാൾക്കൊരു ഹൈഡ്രജൻ, അയാൾക്ക് വേറൊരു ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, RCH2NH2. അഗൈൻ ഒരു പ്രൈമറി അമൈൻ തന്നെ കിട്ടി. ഐസോസൈനൈഡ് എടുത്ത് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ സൈനൈഡ് എടുത്ത് നോക്കി, ഐസോസൈനൈഡ് എടുത്ത് നോക്കിയാലോ. അപ്പോൾ RN∬C ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ ഈ ഒരു ബോണ്ട് കോർഡിനേറ്റ് ബോണ്ടാണ്. അതായത് നൈട്രജനുള്ള 2 ഇലക്ട്രോൺ നൈട്രജൻ കൊടുത്തിട്ടാണ് ആ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആക്ച്വലി നൈട്രജൻ പോസിറ്റീവ് ചാർജ്, കാർബൺ നെഗറ്റീവ് ചാർജ് ഒക്കെ ഉണ്ട്. തൽക്കാലം അതിനെ കുറിച്ചൊന്നും പറയാനുള്ള, നിങ്ങൾക്ക് കാര്യം മാത്രം മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ അതൊരു കോർഡിനേറ്റ് ബോണ്ടാണ്. ആ വരുന്ന 2 ഹൈഡ്രജൻ കാർബൺ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വരുന്ന പ്രോഡക്റ്റ് RN∬CH2 ഇങ്ങനെയായിട്ട് നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും, അപ്പൊ 2 ഹൈഡ്രജൻ കാർബൺ ആണ് കിട്ടുക. കാരണം ആദ്യം ബ്രേക്ക് ആണ്, അതൊരു കോർഡിനേറ്റ് ബോണ്ട് ആയതുകൊണ്ട്. കോർഡിനേറ്റ് ബോണ്ടാണ് ആദ്യം ബ്രേക്ക് ആവുന്നത്. ഞാൻ അതിനുശേഷം വീണ്ടും ഒരു ബോണ്ട് കൂടി ബ്രേക്ക് ആവും. അവിടത്തെ വീണ്ടും ഒരു ബോണ്ട് കൂടി ബ്രേക്ക് ആകുമ്പോൾ നൈട്രജൻ ഒരു ഹൈഡ്രജൻ, കാർബൺ ഒരു ഹൈഡ്രജൻ എന്നിങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും, RNHCH3 ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുക. ഒരു സെക്കൻഡറി അമൈൻ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡറി അമൈൻ ആയിരിക്കും. സോ ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബൺ ആയിരിക്കും 2 ഹൈഡ്രജൻ കിട്ടുക. പിന്നെ രണ്ടാമത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് 2 പേർക്കും ഓരോരോ ഹൈഡ്രജൻ കിട്ടുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം, ഒരു ആൽഡിഹൈഡ്, ഒരു ആൽക്കൈൽ ഹാലൈഡ് നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ RX എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. RX ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ എങ്ങനെയും ഈ ബോണ്ട് ബ്രേക്ക് ആവും, ഇയാൾക്കൊരു ഹൈഡ്രജൻ, അയാൾക്കൊരു ഹൈഡ്രജൻ കിട്ടും. അപ്പൊ എന്തായാലും HX എലിമിനേറ്റ് ആയി പോയി, ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ആയി പോയി. ബാക്കി നമുക്ക് ആരെ കിട്ടി, RH എന്ന് കിട്ടി. RH എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ ആൽക്കൈൻ ആണ് അല്ലെ. RH എന്ന് വെച്ചാൽ ആൽക്കൈൻ ആണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. CH3X ആണെങ്കിൽ എക്സിന് പോലെ Cl എടുക്കാം. ഓക്കെ, അപ്പൊ CH3Cl ആണെങ്കിൽ അത് H2 കൂടെ ചേരുമ്പോൾ CH4ഉം അതേപോലെ HCl ആയിട്ട് മാറി. അങ്ങനെ ഓക്കെ, CH3 ആയിരുന്നു, ഒരു H കൂടി കിട്ടുമ്പോൾ CH4 ആയി. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് എടുത്താലോ? ഡബിൾ ബോണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ C ഡബിൾ ബോണ്ട് ഇങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും ആണല്ലോ. അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. CH സിംഗിൾ ബോണ്ട് CH ആയിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ട് എടുത്താലോ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ C ട്രിപ്പിൾ ബോണ്ട് C ആണെങ്കിലോ അതിനാകുമ്പോ 2 മോളിക്കുള്ള ഹൈഡ്രജൻ വരും അല്ലെ? 2 മോളിക്കുള്ള ഹൈഡ്രജൻ വരും, എന്നിട്ട് 2 ബോണ്ട് ബ്രേക്ക് ആവും. ട്രിപ്പിൾ ബോണ്ടിൽ 2 ബോണ്ട്സ് ബ്രേക്ക് ആവും. അപ്പൊ എഗെയിൻ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഒരു ആൽക്കൈൻ തന്നെയായിരിക്കും അപ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ് ആണല്ലോ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്രയും 12 മെത്തേഡ്സിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ റിയാക്ഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ റെഡ്യൂസിങ് ഏജൻസ് നമുക്ക് ഇത്രയും ആൾക്കാർക്ക് നടക്കുന്ന റിഡക്ഷൻ നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ ഓരോ റെഡ്യൂസിങ് ഏജൻസും ഇതിൽ ഏതൊക്കെ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും, ഏതൊക്കെ ക്യാരി ഔട്ട് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു റിയാക്ഷൻ ഇപ്പൊ ഒരു ആൽഡിഹൈഡ് തന്നാൽ അതിൽ റിഡക്ഷൻ നടന്നാൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഒരു കീറ്റോൺ തന്നാൽ റിഡക്ഷൻ നടന്നാൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്ന് മനസ്സിലായി. ഞാൻ റിഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് വേണം. എല്ലാ റെഡ്യൂസിങ് ഏജൻസും എല്ലാ കോമ്പൗണ്ട്സിനെയും റെഡ്യൂസ് ചെയ്യില്ല. ചിലതിനെ റെഡ്യൂസ് ചെയ്യും, ചിലതിനെ റെഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇനി ആരെ റെഡ്യൂസ് ചെയ്യുമെന്നും കൂടി നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓരോ കോമ്പൗണ്ടിനെയും റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടുമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ കോമ്പൗണ്ടിനെയും ആരെല്ലാം റെഡ്യൂസ് ചെയ്യും എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ ക്ലിയർ ആയല്ലോ. സോ ഡിയേഴ്സ്, നമ്മുടെ ആ 8 റെഡ്യൂസിങ് ഏജൻസ് ഇതിൽ ആരെയെല്ലാം റെഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 5 റെഡ്യൂസിങ് ഏജൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. റിമൈനിങ് ആയിട്ടുള്ള 3 പേരെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ 5 പേര് ആരെല്ലാമാണ്? ഒന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഓവർ റെഡ് ഫോസ്ഫറസ്. ഹൈഡ്രജൻ അയഡൈഡ് ഓവർ റെഡ് ഫോസ്ഫറസ് നമ്മുടെ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ റെഡ്യൂസിങ് ഏജന്റ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അവിടെ ആരുടെ പ്രസൻസ് വേണം? ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് വേണം. യൂഷ്വലി ഹൈഡ്രജനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരെല്ലാമാണ്? നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ ഇവരാരെങ്കിലും ആയിരിക്കും അല്ലെ? സോ ഹൈഡ്രജൻ ഓവർ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം, അതാണ് നമ്മുടെ രണ്ടാമത്തെ റെഡ്യൂസിങ് ഏജന്റ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്നൊക്കെ പറയാം. പക്ഷെ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഡിയം ബോറോ ഹൈഡ്രേറ്റ്. സോഡിയം ബോറോഹൈഡ്. ആൻഡ് അഞ്ചാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഡിയം ഇൻ എത്തനോൾ ആണ്. ETOH എന്ന് വെച്ചാൽ എത്തനോൾ. എത്തനോൾ നമുക്കറിയാലോ, CH3 CH2OH ആൻഡ് ഷോർട്ട് ആക്കിയിട്ട് എത്തനോൾ എന്നതിന് ETOH എന്ന രീതിയിലാണ്. ഈ സോഡിയം ഇൻ എത്തനോൾ എന്ന് പറയുന്നത് ബോവിയാർഡ് ബ്ലാങ്ക് റിയാക്ഷൻ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് തന്നെയാണ്, ഒരു റെഡ്യൂസിങ് ഏജന്റ് തന്നെയാണ്. ഏത് റിയാക്ഷനിലാണ്? ബോവിയാർഡ് ബ്ലാങ്ക് റിഡക്ഷൻ. ഓക്കെ, സോ ആ റിഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ സോഡിയം ഇൻ എഥനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇതിൽ ഏതൊരാളെ തന്നിട്ടുണ്ടെങ്കിലും ശരി, എന്നിട്ട് ആരോമാർക്ക് ഇട്ടിട്ട് ഇതിൽ ഏതൊരു റെഡ്യൂസിങ് ഏജന്റ് തന്നാലും ശരി, അവിടെ റിയാക്ഷൻ എങ്ങനെ നടക്കുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ശ്രദ്ധിച്ചോളൂ, ഹൈഡ്രജൻ അയഡൈഡ് ഓവർ റെഡ് ഫോസ്ഫറസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് റിയാക്ടന്റിനെ തന്നിരുന്നാലും ശരി അവിടെ റിഡക്ഷൻ നടന്നിരിക്കും. റിഡക്ഷൻ നടന്ന് നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രോഡക്റ്റ് കിട്ടിയിരിക്കും. ഇതിൽ ഏതാണോ റിയാക്ടന്റ് തന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. സോ ഹൈഡ്രജൻ അയഡൈഡ് ഓവർ റെഡ് ഫോസ്ഫറസ് ആണെങ്കിൽ ഇതിൽ എല്ലാ സ്ഥലത്തും റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇതിൽ ഏത് റിയാക്ടന്റിനെ തന്നിട്ട് ഈ ഒരു റെഡ്യൂസിങ് ഏജന്റിനെ തന്നിട്ടുണ്ടെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഡക്ഷൻ നടന്നിരിക്കും. ഓക്കെ, ഇനി അതേസമയം ഹൈഡ്രജൻ ഇൻ നിക്കൽ ഒരു പലേഡിയം ഒരു പ്ലാറ്റിനം ആണ് തന്നിട്ടുള്ളതെങ്കിലോ, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, നമുക്കറിയാം നിക്കലോ പലേഡിയോ പ്ലാറ്റിനം ഉപയോഗിച്ചാൽ ആ ഒരു കാറ്റലിറ്റിക് സർഫസ് ആയിട്ട് ബിഹേവ് ചെയ്യും, ഹൈഡ്രജൻ അഡ്സോർബ് ചെയ്യും, അതുപോലെ റിയാക്ടൻ അഡ്സോർബ് ചെയ്യും, അങ്ങനെ റിയാക്ഷൻ നടത്താൻ അതൊക്കെ നമ്മൾ ഓൾറെഡി സർഫസ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഇവനെയാണ് തന്നിട്ടുള്ളത്. ഇതിലെ റിയാക്ഷൻ എവിടെ നടക്കും എന്ന് നോക്കിയാൽ, എവിടെ നടക്കില്ല എന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചോളൂ, ആസിഡ്, ആസിഡിന്റെ സ്ഥലത്ത് റിയാക്ഷൻ നടക്കില്ല. അൺഹൈഡ്രേറ്റ്, അവിടെ റിയാക്ഷൻ നടക്കില്ല. എസ്റ്റർ, അവിടെയും റിയാക്ഷൻ നടക്കില്ല. അമൈഡ്, അവിടെയും റിയാക്ഷൻ നടക്കില്ല. ഈ 4 സ്ഥലങ്ങളിൽ നമ്മൾ ഹൈഡ്രജൻ ഓവർ നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കില്ല. അപ്പൊ ഈ 4 റിയാക്ടന്റിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിനെ തന്നിട്ട് കൂടെ ഹൈഡ്രജൻ ഇൻ നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ പറഞ്ഞിട്ട് വേറെ ആരെയും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല. മറിച്ച് ബാക്കി ആര് തന്നിട്ടുണ്ടെങ്കിലും ശരി അവിടെയെല്ലാം നമുക്ക് നമ്മുടെ റിയാക്ഷൻ നടക്കും. അപ്പൊ വേറെ ഏത് റിയാക്ടൻ തന്നിട്ട്
കൂടെ ഹൈഡ്രജൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും, ഹൈഡ്രജനേഷൻ നടക്കും. അല്ലാതെ ഈ 4 പേര് ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള അൺഹൈഡ്രൈഡോ എസ്റ്ററോ അതല്ല അമൈഡോ തന്നിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിലോ അവിടെയും ഇതേപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നേരെ അവസാനമുള്ള 2 പേര് ശ്രദ്ധിച്ചോളൂ. ആൽക്കീൻ അതേപോലെ ആൽക്കൈൻ. ഇവര് 2 പേരും റെഡ്യൂസ് ചെയ്യില്ല. ആര്? നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ആൽക്കീനെയും റെഡ്യൂസ് ചെയ്യില്ല, ആൽക്കൈനെയും റെഡ്യൂസ് ചെയ്യില്ല. മറിച്ച് പറയാൻ ആരെ തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റെഡ്യൂസ് ചെയ്തിരിക്കും. അപ്പൊ അതും കിട്ടിയല്ലോ. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണെങ്കിലോ സോഡിയം ബോറോ ഹൈഡ്രൈഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് എവിടെ റെഡ്യൂസ് ചെയ്യും എന്ന് പഠിച്ചു വെക്കാം. അതാണ് കുറച്ചുകൂടി ഈസി. നമ്മൾ എടുത്തിട്ടുള്ള ആദ്യത്തെ 3 പേര് നോക്കിക്കോളൂ. ആൽഡിഹൈഡ്, കീറ്റോൺ, അസൈൽ ഗ്രൂപ്പ്, അസൈൽ ക്ലോറൈഡ് എടുത്തല്ലോ. സോ ഈ 3 പേരും നമ്മുടെ സോഡിയം ബോറോ ഹൈഡ്രൈഡ് റെഡ്യൂസ് ചെയ്യും. അതേപോലെ ആൽക്കൈൽ ഹാലൈഡിനെയും അയാൾ റെഡ്യൂസ് ചെയ്യും. വേറെ ആര് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ത് ചെയ്യില്ല? റെഡ്യൂസ് ചെയ്യില്ല. വേറെ ആരെയും നമ്മളാള് റെഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയല്ലോ. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആരെയെല്ലാം റെഡ്യൂസ് ചെയ്യും, ആരെയെല്ലാം ചെയ്യില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി വെച്ചോളൂ. നമ്മുടെ ആൽഡിഹൈഡ്, കീറ്റോൺ, അസൈൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് ഈ 4 പേരെ മാത്രമേ അയാൾ റെഡ്യൂസ് ചെയ്യുള്ളൂ. വേറെ ആരെ തന്നിട്ടുണ്ടെങ്കിലും റെഡ്യൂസ് ചെയ്യില്ല. ഇനി 5ാമതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ സോഡിയം ഇൻ എഥനോൾ ആണ്. സോഡിയം ഇൻ എഥനോളും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ 3 മെമ്പേഴ്സ് ആൽഡിഹൈഡ്, കീറ്റോൺ അതേപോലെ തന്നെ അസൈൽ ഗ്രൂപ്പ് ഇവർ 3 പേരും റെഡ്യൂസ് ചെയ്യും. അതേപോലെ നമ്മളെ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ നൈട്രൈൽ അതായത് സയനൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരെയും റെഡ്യൂസ് ചെയ്യും. സോ ആൽഡിഹൈഡ്, കീറ്റോൺ, അസൈൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ എസ്റ്റർ ഗ്രൂപ്പ് അതേപോലെ തന്നെ നമ്മുടെ സയനൈഡ് ഗ്രൂപ്പ് അതായത് നൈട്രൽ ഗ്രൂപ്പ് ഇവരെ 5 പേരെയും റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സോഡിയം ഇൻ എഥനോളിനുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മുടെ ആൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? റിഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ 5 പേരെ കുറിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ സാധിച്ചല്ലോ. ആ 12 മെമ്പേഴ്സിന്റെ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് നോക്കി. അപ്പോൾ ഈ 5 പേര് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കാം. ചില ആൾക്കാർ ആരെ റെഡ്യൂസ് ചെയ്യുമെന്ന് ഓർത്ത് വെക്കാം. ഹൈഡ്രജൻ ഹൈഡ്രൈഡ് ഒന്നും ഓർക്കണ്ട, എല്ലാവരും റെഡ്യൂസ് ചെയ്യും. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിലോ അവസാനമുള്ള 2 പേര് അതായത് ആൽക്കീനും മാത്രം ചെയ്യില്ല, ബാക്കി എല്ലാവരും ചെയ്യുന്നു. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണെങ്കിലോ ആകെ 4-5 പേരെ മാത്രമേ ചെയ്യൂ, 4 പേരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് മാത്രം ഓർത്ത് വെക്കാം. ഹൈഡ്രജൻ ആണെങ്കിലോ 4 പേരെ ചെയ്യില്ല, അപ്പൊ ബാക്കിയുള്ളതിനെ ഓർത്ത് വെക്കാം. സോ ഇങ്ങനെ ഈസി ആയിട്ട് ഇവർ 5 പേരെ കുറിച്ച് നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആരെയെല്ലാം എങ്ങനെയെല്ലാം റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ ഓർത്ത് വെക്കാം. അപ്പൊ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ആ 3 പേരെ കുറിച്ച് ഇവിടെ ഒന്ന് നോക്കാം. സോ ഡീസ് ആ റിമൈനിങ് ആയിട്ടുള്ള 3 പേരെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൽക്കീൻസിനെയും അതേപോലെ ആൽക്കൈൻസിനെയും റെഡ്യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ. പക്ഷെ സിനമൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് അവിടെ റിഡക്ഷൻ ചെയ്യും. സോ സിനമൈൽ ഗ്രൂപ്പ് എങ്ങനെ കാണപ്പെടുക? നമ്മുടെ സിനമൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, PH ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, CH ഡബിൾ ബോണ്ട് CH പിന്നെ ഈ കാർബണിനോട് ഒരു ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ഏത് വേണമെങ്കിലും ആവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ CH ഒന്ന് കൊടുക്കാം, ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കാം, ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ്. സോ ഇങ്ങനത്തെ സിനമൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റിയാക്ട് ചെയ്ത് ഈ ഡബിൾ ബോണ്ടിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് സിംഗിൾ ബോണ്ടാക്കി മാറ്റും. ഓക്കെ. സോ അങ്ങനത്തെ റിയാക്ഷൻ നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ചെയ്യും. അപ്പോൾ സിനമൈൽ ഗ്രൂപ്പ് ആണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വർക്ക് ചെയ്യും. ഓക്കെ. അല്ലാതെ ഡബിൾ ബോണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കേണ്ട, അത് നടക്കും. ഓക്കെ. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള 3 പേരും നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു 3 നെയിംഡ് റിയാക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. സോ ക്ലെമൻസൺ റിഡക്ഷൻ, യെസ്, വെരി ഗുഡ്. സിങ്ക് മെർക്കുറി അല്ലെ, അതായത് സിങ്ക് അമാൽഗം ഓവർ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതാണ് നമ്മൾ നമ്മുടെ ക്ലെമൻസൺ റിഡക്ഷൻ ഉപയോഗിക്കുന്നത്. സോ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് കേട്ടതിന്റെ കൂടെ തന്നെ ഓർമ്മ വരുന്ന പേരായിരിക്കും ഓഫ് കോഴ്സ് വോൾഫ് കിഷ്നർ റിഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടും ഒരേ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. സി ഡബിൾ ബോണ്ട് ഓനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? CH2 ആക്കിയിട്ട് മാറ്റുന്നു. 2 റിയാക്ഷനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ക്ലെമൻസൺ റിഡക്ഷനിലും CO എന്നുള്ള ബോണ്ടിനെ CH2 ആക്കി മാറ്റുന്നു. അതേപോലെ വോൾഫ് കിഷ്നർ റിഡക്ഷനിലും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ വ്യത്യാസം? ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? സിങ്ക് മെർക്കുറി, അതായത് സിങ്ക് അമർഗം ഓവർ HCl അല്ലെ, ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിൽ.
ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അതേ തന്നെ വോൾഫ് കിഷ്ണർ ആണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രാസിൻ അല്ലേ? സോ ഹൈഡ്രാസിൻ ഓവർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗ്ലൈക്കോൾ ഓൾസോ. ഓക്കെ, ഇൻ ദി പ്രസൻസ് ഓഫ് ഗ്ലൈക്കോൾ ഓൾസോ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. അപ്പോ രണ്ട് റിയാക്ഷനിലും നമ്മൾ ചെയ്യുന്നത് ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു CO ഗ്രൂപ്പിനെ, കാർബണൈൽ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുന്നു? ആൽക്കൈൽ ഗ്രൂപ്പാക്കി മാറ്റുന്നു, CH2 ആക്കി മാറ്റുന്നു. അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ആരമാക്കുമ്പോൾ ഇത് തന്നാൽ റിയാക്ഷൻ നടക്കും, അത് തന്നാൽ റിയാക്ഷൻ നടക്കും, നമുക്കറിയാം. പക്ഷേ ആ കാർബണില് ആ ഗ്രൂപ്പിലെ എവിടെയെങ്കിലും ഒരു ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതായത് ആസിഡുമായി റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള വല്ല ഗ്രൂപ്പും ഉണ്ടെങ്കിൽ, അതായത് ഒരു ബേസിക് നേച്ചർ ഉള്ളത് പോലത്തെ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നമ്മളെ ഈ റിയാക്ഷൻ നമ്മൾ വിചാരിച്ചതുപോലെ പ്രോഡക്റ്റ് തരില്ല. കാരണം ക്ലെമൻസൺ റിഡക്ഷൻ നമ്മൾ അസിഡിക് മീഡിയത്തിലാണ് നടത്തുന്നത് അല്ലേ? സോ ആസിഡ് സെൻസിറ്റീവ് ആയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ആസിഡ് കാരണം അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള പ്രോഡക്റ്റ് മാത്രം നമുക്ക് കിട്ടില്ല. നമ്മൾ വിചാരിച്ചുള്ള റിഡക്ഷൻ നടന്നിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ സൈഡിൽ തന്നെ വേറെ വല്ല ചേഞ്ചും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ CH3 CH CO CH3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ആര് വന്നിട്ടുണ്ട്? ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ആണല്ലോ, ഒരു ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ റിഡക്ഷൻ നടക്കും. നമ്മളെ സിങ്ക് അമാൽഗം ഓവർ HCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെമൻസൺ റിഡക്ഷൻ ആണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റിഡക്ഷൻ നടക്കും. ഈ ഓക്സിജൻ വരും, ഹൈഡ്രജൻ വരും, അത് CH2 എന്നൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു HCl കാരണം, ആ ഒരു ആസിഡ് കാരണം, ഈ ഒരു ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിന് റിയാക്ഷൻ നടക്കും. ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഡീഹൈഡ്രേഷൻ നടക്കും. ഡീഹൈഡ്രേഷൻ മീൻസ് ഇവിടുന്ന് OH പോകും, ഇവിടുന്ന് ഒരു H പോകും. തൊട്ടടുത്തുള്ള ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജൻ കൂടി എലിമിനേറ്റ് ആവും, അങ്ങനെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ താഴെ എഴുതി കാണിക്കാൻ നോക്കിക്കോളൂ. CH2 ഡബിൾ ബോണ്ട് CH CH2 CH3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഈ കാർബൺ റിഡക്ഷൻ നമ്മൾ CH2 ആയിട്ട് മാറി, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് ഇതേപോലെ കിട്ടിയിരിക്കണം, പക്ഷെ അങ്ങനെ കിട്ടിയില്ല. ഈ OH തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ പോയിട്ട് അതൊരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറി, ഡീഹൈഡ്രേഷൻ സംഭവിച്ചു. സോ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയി. സോ കാരണം എന്താണ്? നമ്മളെടുത്ത കോമ്പൗണ്ടിൽ ഒരു ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ ഫോളോ ചെയ്തു. അപ്പൊ നമുക്ക് ശരിക്കും കിട്ടേണ്ട പ്രോഡക്റ്റ് എന്തായിരുന്നു? നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ? സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റ് കിട്ടണമെന്നോട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അവിടെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഫോളോ ചെയ്തിരിക്കണം. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള ഒരു ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ബുദ്ധിമുട്ടിക്കാത്ത ബേസിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയിരിക്കണം. അപ്പൊ നമുക്ക് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ നടത്താമായിരുന്നു. അപ്പോൾ ഈ ഒരു റിയാക്ടന്റിനെ ഈ ഒരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലുള്ള പ്രോഡക്റ്റ് കിട്ടിയിരിക്കും. പക്ഷെ നമ്മൾ ആ റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത പോലത്തെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. വ്യത്യാസം മനസ്സിലായല്ലോ? ആൻഡ് ഇതേപോലെ തിരിച്ചു നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ബേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഒരാളുണ്ടെങ്കിലോ, തിരിച്ച് ഇപ്പൊ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളെ കുറിച്ച് പറഞ്ഞോ, അതേപോലെ ബേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചോലുള്ള പ്രോഡക്റ്റ് കിട്ടില്ല. കാരണം ബേസ് സെൻസിറ്റീവ് ആയിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ബേസിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നാൽ റിയാക്ഷൻ കോൺട്രാഡിക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? ക്ലെമൻസൺ റിഡക്ഷൻ ഫോളോ ചെയ്യണം. ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തണം. അപ്പോൾ ഒരു റിയാക്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നിട്ടുള്ള ക്ലെമൻസൺ റിയേജന്റ് ആണോ അല്ല വോൾഫ് കിഷ്ണറിന്റെ ആണോ ഏതാണെന്ന് നോക്കിയിട്ട് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ആസിഡ് സെൻസിറ്റീവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, ബേസ് സെൻസിറ്റീവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ ആൻസറിലോട്ട് എത്താനായിട്ട്. വ്യത്യാസം കിട്ടിയല്ലോ? അപ്പൊ ഈ ഒരു കാര്യം നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇതിന് ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് റിയാക്ഷനെ കുറിച്ചും അറിയാവുന്നതാണല്ലോ. സോ ഈ ഒരു രണ്ട് കാര്യം പഠിച്ചു വയ്ക്കാം. അപ്പൊ നമ്മുടെ രണ്ട് റിയേജൻസ് കൂടി കഴിഞ്ഞു. ആൻഡ് ഫൈനലായിട്ട് നമുക്ക് നോക്കാനായിട്ട് റിയേജന്റ് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് അലോങ് വിത്ത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, നത്തിങ് ബട്ട് ദി മെയിൻ പോണ്ട് ഓഫ് വെർലി റിഡക്ഷൻ, സിംപ്ലി നോൺ ആസ് ദി MPV റിഡക്ഷൻ. MPV റിഡക്ഷൻ ഇതാണ് നമുക്ക് അവസാനമായിട്ട് നോക്കാനായിട്ടുള്ള ആള്. അപ്പൊ ഈ ഒരു റിയാക്ഷനിലും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഒരു കാർബണൽ ഗ്രൂപ്പിനെ ചേഞ്ച് ചെയ്യിക്കുകയാണ്. പക്ഷെ കാർബണൽ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുന്നു? ആൽക്കഹോൾ ആക്കി മാറ്റുകയാണ്. ഓക്കെ, കാർബണൽ ഗ്രൂപ്പിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ CO എന്ന് പറഞ്ഞിട്ട് ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ എന്താക്കി മാറ്റുന്നു? CHOH.
അപ്പൊ കീറ്റോണ് ആൽക്കഹോളാക്കി മാറ്റി, അത്രേ ഉള്ളൂ, സെക്കൻഡറി ആൽക്കഹോളായിട്ട് മാറി. ഇങ്ങനെ ഒരു കാർബണൈൽ ഗ്രൂപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളാക്കി മാറ്റുന്ന നമ്മുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഏത്, നമ്മുടെ ഒരു മീവിൻ ബോണ്ട് ഓഫ് വേർലി റിഡക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതെന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്, അലൂമിനിയം ഐസോ പ്രൊപ്പോക്സൈഡ് എലോങ് വിത്ത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇവർ എന്നുള്ളത്. തൽക്കാലം ഞാൻ ഇതെവിടെ എത്തി തരാം. അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡിനെ എഴുതാൻ പോകണം, നോക്കിക്കോളൂ. CH3 CH CH3 OH. ഇതാണ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആള്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഓക്കെ, ഇതിൽ ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം അലൂമിനിയം വരുന്നു, ഹൈഡ്രജൻ മാറ്റി പകരം അലൂമിനിയം വരുന്നു. ഓക്കെ, അപ്പൊ അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്. അപ്പൊ അതിലൂടെ 3 ആൾക്കാർ വരണം. അപ്പൊ ഇതുപോലുള്ള 3 പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കോമ്പൗണ്ട് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് എന്ന് പറയുന്ന ആള്. ഇതിന്റെ ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതുന്ന അറിയോ, ഇവിടെ ഒരു CH3 ഉണ്ട്, ഒരു CH3 ഉണ്ട്. അപ്പൊ എത്ര CH3 ഉണ്ട്, 2 CH3 ഉണ്ട് ആണല്ലോ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, Me2CHO ത്രൈസ് Al എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതേ കോമ്പൗണ്ട് ആണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, Me2CHO ത്രൈസ് എന്ന് എഴുതിയത്. സോ അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് അതാണ് കോമ്പൗണ്ട്. എലോങ് വിത്ത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അതാരാണ് ഇപ്പൊ പറഞ്ഞ ആള് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആള്, ആളാണ് ഇയാൾ. സോ അത്രയേ ഉള്ളൂ. സോ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു MPV റിഡക്ഷനുള്ള ആ ഒരു റിയാക്ഷനുള്ള റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്ന ആൾക്കാര്. സോ ഇവരെ തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുക, കറസ്പോണ്ടിങ് ആയിട്ട് ആൽക്കഹോളാക്കി മാറ്റുക. അപ്പൊ കാർബണൈൽ ഗ്രൂപ്പിനെ മാത്രമേ ഇവർ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അതൊരു വേറെ അറിഞ്ഞു വെക്കുക. നമ്മുടെ ക്ലെമൻസനായാലും ബോൾഫിഷനായാലും അവരും എന്താ ചെയ്യുന്നത്, കാർബണൈൽ ഗ്രൂപ്പിനാണ് റെഡ്യൂസ് ചെയ്യുന്നത്, വേറെ ആരും ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഇവർ 3 പേര് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 8 റെഡ്യൂസിങ് ഏജൻസ് കുറിച്ച് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓരോരവിടെയും എന്ത് റിയാക്ഷൻ നടക്കുന്ന ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 8 പേരെ കുറിച്ചും ഈസി നമുക്ക് പഠിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാഹ് അതിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിരിക്കുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യും. വീണ്ടും ഇതുപോലെ അടിപൊളി ക്ലാസ് നിങ്ങളെ എങ്ങനെ മുട്ടാം. അതുവരെ ഇവിടെ വാങ്ങിയ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.